ഹായ്, ഇപ്പം നിൽക്കുന്നത് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ഗൂഡല്ലൂരിൽ നിന്നും ഏകദേശം ഒരു 15 കിലോമീറ്റർ അപ്പുറം എല്ലമല എന്ന സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. ഇപ്പോൾ ബസ്സിൽ ഞാൻ എത്തിയപ്പോൾ, ഗൂഡല്ലൂർ എത്തിയപ്പോൾ തന്നെ ബസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീറ്റൊക്കെ ഫുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കിട്ടിയപ്പോൾ അവിടെ ചെന്നിരുന്നു. അപ്പോൾ ബസ്സിൻ്റെ വീഡിയോ കാര്യങ്ങളും പുറത്തുനിന്ന് വല്ലാതെ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബസ് എടുത്തു കേട്ടോ. കൂടൊരു ടൗണാണിത്. അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ്. നമ്മുടെ കേരളത്തിനോടും അതേപോലെ കർണാടകത്തിനോടൊക്കെ അതിർത്തി പങ്കിടുന്ന ഒരു നഗരം എന്ന് പറയാം ഈ ഗൂഡല്ലൂർ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും എല്ലാതും കിട്ടുന്ന ഒരു വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഗൂഡല്ലൂർ നിന്നും ഊട്ടി പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഊട്ടി പോകുന്ന റൂട്ടിന് ഏകദേശം ഒരു 500 മീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ വലത്തെ സൈഡിലൊക്കെ ഒരു ചെറിയൊരു റോഡ് കാണാം. അവിടെ കയറുന്നിടത്ത് തന്നെ ചെറിയ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും കടത്തി വിടും കേട്ടോ. അവിടെ പ്രൈവറ്റ് വണ്ടികളാണെങ്കിലും എല്ലാ വണ്ടികളും കടത്തി വിടും. അപ്പോൾ ആ ഒരു വലത്തെ സൈഡിലൊക്കെ ഒരു റോഡ് കാണാം. എല്ലമല എറണാണ്ട് ഒരു ബോർഡും ഉണ്ട് അവിടെ. അപ്പോൾ ആ റോഡിന് കയറി അത്യാവശ്യം നല്ല അടിപൊളി റൂട്ടാട്ടോ അത്. നല്ല കാടുകളും പിന്നെ തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും കുരുമുളക് തോട്ടം അങ്ങനെ പല കൃഷി രീതികളും അവിടുത്തെ ജനങ്ങളൊക്കെ കണ്ട് ഇന്നത്തെ യാത്ര പുതിയൊരു യാത്രയാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതോ ഏതോ ആനന്ദരാഗം ഉന്നാതാനേ ഉണ്ടാനது കാൽ പോന പാതൈകൾ ഞാൻ പോന പോത് കൈ ചേർത്ത് നീതാനെ നെയ് ചേർത്ത മാത്. ഈ എല്ലമല എന്ന സ്ഥലം ധാരാളം മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. തമിഴ്നാട്ടിലാണെങ്കിൽ പോലും പണ്ട് കാലത്ത് ബ്രിട്ടീഷ് കാലത്ത് കുടിയേറി പാർത്തവരാണ് കേട്ടോ. നിലമ്പൂരും അഴിക്കടവ് ആ സൈഡിൽ നിന്നൊക്കെ കുടിയേറി പാർത്തവരാണ് ഇവിടെ അധികം താമസിക്കുന്നവർ. പിന്നെ തനതായ തമിഴ് സംസാരിക്കുന്നവരുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററാണ് ഈ ഒരു എല്ലമല എന്ന സ്ഥലത്തേക്കുള്ളത്. ഈ ഒരു ബസ് പോകുന്നത് അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ദേവർഷോല എന്ന സ്ഥലമാണ്. എല്ലമലയിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്പുറമാണ് ഈ ദേവർഷോല എന്ന സ്ഥലം. പക്ഷേ ഞാൻ ഇറങ്ങുന്നത് എല്ലമല എന്ന സ്ഥലത്തേക്കാട്ടോ. അപ്പോൾ ബസ് ചാർജ് എന്ന് ഉള്ളത് ആകെ 20 രൂപേൻ്റെ കേസേ ഉള്ളൂ കേട്ടോ. ഈ ഗൂഡല്ലൂരിൽ നിന്നും 20 രൂപയേ ഉള്ളൂ എല്ലമല എന്ന സ്ഥലത്തേക്ക്. നല്ല മനോഹരമായ റൂട്ടാട്ടത്. ചെറിയ കവലകളും അങ്ങാടികളും ഇതേപോലെ ചെറിയ വീടുകളും കളർഫുൾ വീടുകളൊക്കെ കാണാട്ടോ ഈ റൂട്ടിൽ പോകുമ്പോൾ. ഞാൻ പോയ ദിവസം അന്ന് വിജയ് മുഖ്യമന്ത്രി ആവുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ആഘോഷങ്ങൾ ഇതൊക്കെ ഇവിടെ കാണാം കേട്ടോ. വരെ TVKൻ്റെ കൊടിയും ഫ്ലാഗ് പിടിച്ച് കുറച്ച് ആളുകളെ അവിടെ ഈ ചെറിയ അങ്ങാടികളൊക്കെ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം വിജയ് CM ആവുന്ന ദിവസം കേട്ടോ. ധാരാളം ആളുകൾ ഊട്ടിക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഊട്ടിക്ക് പോകുന്നതിനുപരി ഈ ഒരു ഇങ്ങനത്തെ ഇതേപോലുള്ള ചെറിയ റൂട്ടുകളൊക്കെ സെലക്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു അനുഭവം ആവും, പുതിയ കാഴ്ചകളൊക്കെ ആവും. ഊട്ടിയിലെന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്ന ബൊട്ടാണിക്കൽ ഗാർഡനും അതേപോലെ ബോട്ട് ഹൗസും കണ്ടുമടുത്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയൊരു ഊട്ടിക്ക് യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ചെറിയ ചെറിയ റൂട്ടുകളൊക്കെ ഏകദേശം ഒരു 2 മണിക്കൂർ മാക്സിമം ഒരു 3 മണിക്കൂറേ പോയി വരാനുണ്ടാവുള്ളൂ ഈ റൂട്ട്. അപ്പോൾ ആ ഒരു ഊട്ടിക്ക് മാത്രമല്ല ഈ ഒരു റൂട്ടും കൂടി അതിനെയൊക്കെ ഉൾപ്പെടുത്തുക. അതേപോലുള്ള ചെറിയ റൂട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വ്യത്യസ്തമായ അനുഭവമാകും. പിന്നെ അവിടുത്തെ ജീവിത രീതിയും ഒക്കെ നമുക്ക് പുതിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഇവിടെ ബ്ലോക്ക് ബസ് ഒന്നോടുകൂടി ഞാൻ പറഞ്ഞല്ലോ വീതി കുറഞ്ഞ റോഡാണ്. അപ്പോൾ പിന്നെ സൈഡായി കൊടുക്കാം കേട്ടോ. ഇവിടെ അത്യാവശ്യം സ്പേസ് ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇതേപോലെ പാസ് ചെയ്യാൻ ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും.
കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങണ സ്ഥലമാട്ടോ അതായത് പ്രധാനമായ ആനയും കരടിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ കോടയൊക്കെ മൂടി നിൽക്കുന്ന സമയത്തുണ്ട്. അപ്പോൾ മഴക്കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കോട ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ബൈക്കിന് വരുന്നവർ അതേപോലെ കാറിന് വരുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കുറച്ചധികം പോകുന്ന ഇപ്പോൾ ഏതാ ഒരു ചെറിയൊരു അങ്ങാടി കേട്ടോ. അപ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കോട മൂടി കിടക്കുന്ന മലനിരകളൊക്കെ കാണാം. ഇതിപ്പോൾ ഒരു നല്ല വേനൽക്കാലം കേട്ടോ. വേനൽക്കാലത്ത് പോലും ഇങ്ങനെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നല്ല അടിപൊളിയാകും കേട്ടോ. അപ്പോൾ വരുന്നവർ മഴക്കാലത്ത് വരാൻ ശ്രമിക്കുക. ഈ ഇടത് ഭാഗത്ത് കാണുന്നത് ഏലത്തോട്ടങ്ങളാട്ടോ. ഏലം, കുരുമുളക്, അതേപോലെ തേയില, കാപ്പി ഇതൊക്കെ ഈ ഒരു പോകുന്ന റൂട്ടിൽ കൃഷി ചെയ്യുന്ന കാണാട്ടോ. അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കാടുകളും നല്ല മനോഹരമായ റൂട്ടാണിത്. ഇപ്പോൾ ഇനി ഒരു ഊട്ടിക്ക് പോകുന്നവർ വീണ്ടും ഞാൻ പറയാണ്, ഈ ഒരു റൂട്ട് മിസ് ചെയ്യേണ്ട. വരാത്തവർ ഒന്ന് കണ്ടു പോകാട്ടോ. അപ്പോൾ പോകുന്ന റൂട്ടിൽ പല കാഴ്ചകളും നല്ല പുതുതായി എല്ലാ കാഴ്ചകളും നമുക്ക് ഈ റൂട്ടിൽ കാണാം. ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കാട്ടോ ഡ്രൈവർക്കും കണ്ടക്ടർക്കുള്ള. ഇവിടെ ഹോട്ടലും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ വീട് ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവരെ വീട്ടിലത്തെ ആരെങ്കിലും കൊടുന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലമല എത്തിട്ടോ. എല്ലമല എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ ഇവിടെ ചെറിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ആണ്, കോവിലൊക്കെ. അപ്പോൾ ഇവിടെ എന്താ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലമല ഇറങ്ങിയിട്ട് ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ പരിപാടികളൊക്കെ എല്ലമല പറഞ്ഞല്ലോ, ചെറിയൊരു കവല, ചെറിയൊരു അങ്ങാടി. ഈ ഒരു ബസ് എല്ലമല മാത്രമല്ല, കുറച്ചും കൂടി മുമ്പോട്ട് ഒരു ഏകദേശം 3 കിലോമീറ്റർ പോയാൽ ഓവാലല്ല, ദേവർശോല പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വരെ പോകണ്ടേ ബസ്. പക്ഷേ എല്ലാ ബസ്സും അവിടെ വരെ പോയിക്കോണമെന്നില്ല കേട്ടോ. എല്ലമല വരെ പോകുന്ന ബസ്സുകളുണ്ട്.
അപ്പോൾ ഞാൻ ദേവർഷോല പോകുന്നില്ല, കാരണം ചില ബസ് ചിലപ്പോൾ അവിടെ വരെ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ തിരിച്ചു പോരാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലമല ഇറങ്ങിട്ടോ. ഇവിടേക്കുള്ള ബസ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് 20, അങ്ങോട്ടും ഇങ്ങോട്ടും 20 രൂപ, അങ്ങനെ 40 രൂപേൻ്റെ ഒരു കേസേ ഉള്ളൂ ഗൂഡല്ലൂരിൽ നിന്ന്. അപ്പോൾ ചെറിയ പൈസക്ക് നമുക്ക് ഇങ്ങനത്തെ മനോഹരമായ റൂട്ടിലൊക്കെ കണ്ട് കാഴ്ചകളെ കാണാം. ഇതാണ് എല്ലമല പറഞ്ഞ സ്ഥലം, ചെറിയൊരു അങ്ങാടി കേട്ടോ. ഇവിടെ ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ടാണോ അറിയില്ല, ആളുകളൊക്കെ കുറവാണ്. പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എത്തി ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. ചെറിയ കിലോമീറ്ററുകൾ കുറവാണെന്നുണ്ടെങ്കിലും ചെറിയ റൂട്ടായിരുന്നു, വീതി കുറഞ്ഞ റൂട്ടായതുകൊണ്ട് ബസ് അധികം സ്പീഡിലാവില്ല പോരുന്നത്, പതുക്കെ പതുക്കെ അങ്ങനെ പോരുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് ഇങ്ങോട്ട് എത്താൻ. ഇവിടെ ഒരു ചെറിയൊരു കോവിലുണ്ട് കേട്ടോ. പക്ഷെ കോവിലിൻ്റെ അടുത്തായിട്ട് വലിയൊരു ആൽമരം. അപ്പോൾ ആൽമരത്തിൻ്റെ ചോട്ടിൽ ഉച്ചക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാട്ടോ. എന്ത് രസമുള്ള കാഴ്ചയാണിത്. അത് നല്ല തണലുള്ള സ്ഥലം കേട്ടോ. അത്രയും വലിയൊരു ആൽമരം, അതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു അത്രയും സ്ഥലമുണ്ട് കേട്ടോ. ആ ഒരു മരത്തിന് അത്രയും വലിയൊരു മരം. അപ്പോൾ അവിടുത്തെ നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലമാണ് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ഈ അമ്പലത്തിൽ പ്രോഗ്രാമും എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുശലം പറയണോ, ഭക്ഷണം കഴിക്കണമൊക്കെ കാണാം. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചയുണ്ട് അത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി മുമ്പോട്ട് പോവാട്ടോ. മുമ്പോട്ട് പോകാന്ന് വെച്ചാൽ ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഉണ്ട്. അതായത് ബസ് എല്ലമല പോയിട്ട് തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുമ്പോട്ട് നടക്കാട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കോവിലത്തെയും ഇവിടുത്തെ ഭക്ഷണം കഴിക്കണമൊക്കെ കണ്ട് ഞാൻ എൻ്റെ കയ്യിൽ എന്തായാലും ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് കഴിച്ചു കേട്ടോ, ഒരിടത്തുനിന്ന്. അപ്പോൾ ഞാനത് കഴിച്ച് നേരെ ഇനി മുമ്പോട്ട് നടക്കാട്ടോ. അത് കഴിഞ്ഞ് ഇനി ഒരു ബസ് വരാണ്ടെന്ന് പറഞ്ഞു. ബസ് വന്ന് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ട് ഇനി മുമ്പോട്ട് പോവാണ്. എനിക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി ആ എല്ലമലയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടുന്ന് കയറും. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പോട്ട് പോന്നിട്ടുണ്ട്, റൂട്ടിൻ്റെ നിന്ന് നടന്ന് കുറച്ച് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇനി ഈ ബസ് തിരിച്ചു വരുമ്പോൾ ഞാൻ കയറും കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ യാത്ര വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. പറ്റുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.